അസ്സലാമു അലൈക്കും. ഉസ്താദ് സുഖല്ലേ? എല്ലാ റാഹത്തല്ലേന്ന് വെച്ചാ? ഞാന് പിന്നെ വിളിക്കുന്ന ഗൾഫിൽ നിന്നാണ്. ഞാനെന്ന് പറഞ്ഞ എന്റെ പേര് ജിഷാൻ. എന്റെ പേര് മുഹമ്മദ് ജിഷാൻ. ഏത് ഗൾഫിന്നാ വിളിക്കുന്നത്? ഗൾഫ് ഒന്നല്ലേ ഉസ്താദെ, മറ്റേ വിളിക്കുന്ന ഖത്തർന്നാ. പിന്നെ സമ്മേളനം, പട്ടിക്കാട് സമ്മേളനം എല്ലാം ഉഷാറായിട്ട് കഴിഞ്ഞല്ലോ അല്ലേ? എന്താ അറിയില്ല, എന്റെ അഭിപ്രായം എന്താ? അല്ല, എന്റെ പരിപാടിയിൽ ഉഷാറായിരുന്ന ആളൊക്കെ ഉണ്ടായിരുന്ന ഉള്ളത്. പക്ഷെങ്കിൽ പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാര് ജമാഅത്ത് ഇസ്ലാമിയുടെ ഷെയ്ഖ് മുഹമ്മദിനൊക്കെ സ്വീകരിച്ചിട്ടുള്ള ഒരു പിന്നെ സമ്മേളന നഗരിയിലും അതുപോലെ തന്നെ അമ്പലക്കട ഉസ്താദൊക്കെ അവരെ സ്വീകരിക്കുന്നതായിട്ട് ഇങ്ങനെ ഇവിടെ വല്ലാതെ പ്രചരിക്കുന്നുണ്ടല്ലോ. വല്ലാത്ത പ്രചരണം ഉണ്ടല്ലേ? പിന്നെ അല്ല, ഓണംപള്ളി ഫൈസിയും വല്ലാതെ പ്രചരണം അവിടെ. ഒരുപാട് ആള് മാത്രം കേട്ടതോ? അല്ലല്ല, ഇത് ഓൺലൈൻ ഈ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഈ വിഷയ സംബന്ധമായിട്ട് ഇങ്ങനെ ആളുകൾ എന്താ വേണ്ടി അല്ലേ? അപ്പൊ പിന്നെ ഇ.കെ. ഉസ്താദ് പിന്നെ പുത്തൻവാദികളെ മാറ്റി നിർത്തിയ സമീപനത്തിന് വിരുദ്ധമായിട്ട് ഇപ്പം പുതിയ കുട്ടി നേതാക്കന്മാര് ഉസ്താദിനെല്ലാം പറഞ്ഞു. ചെറുശ്ശേരി ഉസ്താദിനല്ലേ ഉദ്ദേശിച്ചേ? ഉസ്താദെ അല്ല, അമ്പലക്കടവൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. അല്ല, മൂപ്പര് ഉസ്താദല്ലേ നേതാവ്, അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത്. അയാൾ പിന്നെ നേതാവ്, അതിന്റെ വലിയ നേതാവ് ഈ കണ്ണിയത്തൊക്കെ ആയിരുന്നു. അല്ല, കണ്ണിയത്ത് ഉസ്താദൊക്കെ പുത്തൻവാദികൾ ഇങ്ങനെ ഒന്നായിട്ട് ഇരുത്തിരി ചായ കൊടുത്തിട്ടില്ലല്ലോ ഉസ്താദെ. അതായത് പുത്തൻവാദികളല്ലാത്ത പറ്റി പറഞ്ഞില്ലേ, പരാജയപ്പെട്ടു കോട്ടയം. അല്ല, അത് പല ജാതി ഉണ്ടായി, അത് വളരെ ശരിയാണ് ഉസ്താദ് പറഞ്ഞത്, അതിലൊന്നും സംശയമില്ല. അത് വളരെ അത് പരാജയപ്പെട്ടു കോട്ടയം. അതെ, അല്ല അത് പല ജാതിയും പറഞ്ഞത്. അതെ, മുഖം കെട്ടുപോയ കുറെ ആളുകളൊക്കെ ഉണ്ട്, അത് വളരെ ശരിയാണ്. പക്ഷെ ഈ ഇത്തരം ആളുകൾ ഈ ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാക്കന്മാരൊക്കെ ഒന്നിച്ചിരുത്തിയിട്ട് പരിപാടി സ്വീകരിക്കുന്നത് ശരിയാ? അതെ, ഒന്ന് ചോദിച്ചോളാം. അല്ല, ഉസ്താദ് ഈ ആവശ്യത്തിൽ യോജിക്കുന്നുണ്ടോ? ഞാൻ യോജിക്കാത്തപ്പോ എന്നോട് പറഞ്ഞില്ല. അല്ല, ഉസ്താദ് സമസ്തന്റെ സെക്രട്ടറി അല്ല, അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പിന്നെ ആള് സെക്രട്ടറി അല്ല, മറ്റേ APL സെക്രട്ടറി. ആര്? APL സെക്രട്ടറി. അപ്പൊ ഉസ്താദ് സമസ്തന്റെ സെക്രട്ടറി അല്ല, ഇപ്പൊ AP ആയോ? അങ്ങനെ പോയി ലളിതമായ അഭിപ്രായമല്ലേ? അത് ശരി. ഞാനിപ്പോ ഒന്നും പറഞ്ഞാൽ അപ്പൊ ഉസ്താദ് പോലും ഇപ്പൊ ഒറിജിനൽ സമസ്ത AP സമസ്തയാണ് ഉസ്താദ് പോലും പറയാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാ ആരാ ഒറിജിനൽ APL പറഞ്ഞിട്ടുണ്ടാക്കല്ലേ? അല്ല, ഞാനിപ്പോ സമസ്തന്റെ സെക്രട്ടറി ഉസ്താദ് അല്ലേന്ന് ചോദിച്ചപ്പോ ഉസ്താദ് പറയുന്ന ആൾ AP അല്ലേ? ഞാനിപ്പോ AP അയക്കാന്നൊന്നും ഉസ്താദെ പറഞ്ഞില്ല. ഞാനിപ്പോ പറഞ്ഞ ഉസ്താദിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാള്. എങ്ങനെ വർത്തമാനം കേട്ടപ്പോ മനസ്സിലായി? എന്താ മനസ്സിലായ? എന്റെ വർത്തമാനം കേട്ടപ്പോ തന്നെ എന്താ മനസ്സിലായി? ഞാൻ ഉസ്താദിനെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഉസ്താദിന്റെ കൂടെയുള്ള അമ്പലക്കടവുള്ള അല്ല, ഉസ്താദ് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാക്കന്മാരെ സ്വീകരിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയാനാണല്ലോ. പക്ഷെ ഉസ്താദിന്റെ കൂടെ നടക്കുന്ന ഉസ്താദിനോട് ചോദിച്ചാലെന്ന് പറഞ്ഞു. ഞാൻ നേതാവാകുമ്പോ ഞാൻ പറഞ്ഞു കേൾക്കണ്ടേ? അല്ല, ഞാൻ തയ്യാറാണ്, അവരോടും പറഞ്ഞല്ലോ. തയ്യാറാണ്. പക്ഷെ ഉസ്താദിന്റെ നിലപാട് എന്താ ചെയ്ത് ശരിയോ തെറ്റോ? എങ്ങനെ അമ്പലക്കടവും ഓണംപള്ളി ഫൈസിയും ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാക്കന്മാരെ സ്വീകരിച്ചത് ശരിയോ തെറ്റോ? അതേ ഞാൻ അഭിപ്രായം ചോദിച്ചിട്ടുള്ളൂ. ഓരോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത്. അത് ഓരോട് ചോദിക്കേണ്ട അഭിപ്രായമല്ല, ഉസ്താദിന്റെ അഭിപ്രായം എന്താ ചോദിക്കുന്നത്? അത് ഓരോട് ചോദിച്ചാലുള്ള അഭിപ്രായം മുന്നോട്ട് പിന്നെ ചെറുശ്ശേരി അല്ല ഉസ്താദ്, ഞാൻ അങ്ങനെ തമാശക്ക് പറഞ്ഞല്ലേ. ഉസ്താദിന്റെ ചെറുശ്ശേരി ഉസ്താദിന്റെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണെന്ന് എനിക്കറിയണ്ടേ? ചെറുശ്ശേരി ഉസ്താദിന്റെ അഭിപ്രായം എന്താ വിഷയത്തില്? അമ്പലക്കടവ് രാജ ശരിയോ തെറ്റോ? ചോദിച്ചാളാ. അപ്പൊ ഉസ്താദിന് ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം ഇല്ല. അല്ല, ഉസ്താദ്
നിൽക്കേണ്ട പോലെ നിൽക്കണ്ടേ ഈ പിന്നെ ഈ താഴെക്കടയിലുള്ള അമ്പലക്കടവ് ഇങ്ങനെ കാണിക്കും ഉസ്താദ്. ഉസ്താദ് ശരിക്കും ഇവരൊക്കെ വരച്ച വരയിൽ നിർത്തണ്ടേ? അല്ല ഞാൻ ചോദിക്കും, ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നതിന് യാതൊരു മടിയില്ല. ഞാൻ അമ്പലക്കടവ് ഉസ്താദിനെ ഇതിന് മുമ്പിൽ ചോദിച്ചിട്ടുണ്ട്, മുമ്പ് പല വിഷയത്തിലും. ഞാൻ പറയുന്നത് കാളമ്പാടി ഉസ്താദും ചെറുശ്ശേരി ഉസ്താദും വരക്കുന്ന വരയിൽ അമ്പലക്കടവിനെ പോലുള്ള നേതാക്കന്മാർ പോകണം. ആ വര തെറ്റിയിട്ട് പോകുമ്പോഴാണ്. അല്ല ഞാൻ ചോദിക്കും ആളുകൾ ആര് അവരോടും ചോദിച്ചാലോ ഇവര് ചെയ്തെന്താണ്? എല്ലാ ഉസ്താദെ കാണുന്ന ആളുകളൊക്കെ തെറ്റിദ്ധരിക്കും. ഇ.കെ. ഉസ്താദും അതുപോലുള്ള വലിയ വലിയ മഹാന്മാരെ നയിച്ച ഒരു സമസ്തന്റെ കീഴിലുള്ള ഈ അമ്പലക്കടവും ഓണംപള്ളിയുള്ള ആളുകൾ ഇവരെ അതിനെ പറഞ്ഞ ചോദിച്ചാളാണത്. എല്ലാ ഉസ്താദെ ഞാൻ ചോദിച്ചാൽ ഓലൊരു വിലയോടുകൂടി സ്വീകരിക്കോ? ഉസ്താദ് പറയുമ്പോൾ അതിനൊരു വില ഉണ്ടാവുക. ചോദിച്ചാലെന്ന് പറഞ്ഞാൽ അതല്ലേ? അല്ല ഉസ്താദെ, ഞാൻ പറഞ്ഞ ഒരു സ്വീകരിക്കോ? ഞാനൊരു കേവലം ഒരു സാധാരണക്കാരനല്ലേ? ഉസ്താദിന്റെ വാക്കിനല്ലേ വില ഉണ്ടാവുക? അതല്ലേ ചോദിക്കുന്നേ. Your call is on hold. Kindly stay online or try after some time. നിങ്ങളുടെ കോൾ ഇപ്പോൾ ഹോൾഡ് ചെയ്യുകയാണ്. എന്റെ പേര് മുഹമ്മദ്. പിന്നെ ഉസ്താദെ, പിന്നെ ഫേസ്ബുക്കിലൊക്കെ പിന്നെ മുഹമ്മദ് ഫൈസിയും പിന്നെ അതുപോലെ തന്നെ ആലിക്കുട്ടി ഉസ്താദൊക്കെ ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാക്കന്മാർ സ്വീകരിച്ചു എന്നിട്ട് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും പോസ്റ്റ് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ ഒരുപാട് കാണുന്നുണ്ടല്ലോ മറ്റേ പട്ടിക്കാട് സമ്മേളനത്തിന്റെ ഇതില്. ഒരു നമ്പർ ഏതാ നമ്പർ? നമ്പർ നേരിട്ട് വെച്ചാൽ എന്റെ അടുത്ത് നമ്പർ ഇല്ല പോലെ. കേട്ടോ, എഴുതിക്കോളെ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. 9946 പറയൂ. 9946 42. പിന്നെ അപ്പൊ പിന്നെ ഉസ്താദ് പൂക്കോട്ട് ഉസ്താദ് ഈ വിഷയത്തിനൊന്നും അറിയില്ല. വിഷയം അവരുമായി ബന്ധപ്പെട്ട ഓരോ വ്യക്തികളുമായി ബന്ധപ്പെട്ട വിഷയം അവരോട് ചോദിക്കട്ടോ. അല്ല, ഇത് കാരണം വെച്ചാൽ എന്തെങ്കിലും ഫോട്ടോ എഡിറ്റിംഗ് നടത്തിയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നത്. ഇത് ഫേസ്ബുക്കിൽ വ്യാപകമായിട്ട് ഇതിങ്ങനെ പ്രചരിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അതാണ് ചോദിക്കുന്നത്. അതും ഗുളിക വാങ്ങി ചോദിച്ചു സുഖമായിട്ട് കിടന്നു. ആര് മുഹമ്മദ് ഫൈസിന് ഏതായാലും ഒന്ന് നോക്കാം. പൂക്കോട്ടൊരു തന്നല്ലേ, വിളിക്കാതിരിക്കുന്നത് ശരിയില്ലല്ലോ. അസ്സലാമു അലൈക്കും. മുഹമ്മദ് ഫൈസി ഉസ്താദല്ലേ? റാഹത്തല്ലേ? ഞാൻ ഉസ്താദെ ഞാൻ വിളിക്കാൻ കാരണം വെച്ചാല് പിന്നെ പട്ടിക്കാട് സമ്മേളനം ഉഷാറായിട്ട് കഴിഞ്ഞല്ലേ? ഞാനിപ്പോ വിളിക്കുന്ന പിന്നെ എവിടുന്നാണ്, ദോഹേന്നാണ്. പിന്നെ സമ്മേളനത്തില് പിന്നെ ജമാഅത്ത് ഇസ്ലാമിന്റെ